ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു തൃശ്ശൂർ സ്റ്റൈൽ മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. 3 കോഴിമുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തതാണ്. ഒരു വലിയ സബോള ഒരെണ്ണം, ചെറുതാണെങ്കിൽ 2 എണ്ണം, 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി ഒരെണ്ണം ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്, ഒരു തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ മല്ലിയില, തേങ്ങാപ്പാൽ 1 കപ്പ് പാലാണ് ഇതുള്ളത്, അരമുറി തേങ്ങയുടെ പാലാണ്. ഇനി ഒരു പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് സബോള ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം പച്ചമുളക് കൂടെ ചേർക്കാം. ഞാൻ 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതിലും മുളക് പൊടി ചേർക്കണില്ല, അത് കാരണമാണ് ഞാൻ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പൂടെ ചേർത്തി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. 3 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉള്ളി ചെറുതായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിക്കണം. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3/4 ടീസ്പൂണ് ഒന്നൊന്ന് ചേർത്തിട്ട് ഒന്ന് ഇളക്കാം. അതിനോടൊപ്പം കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ച തക്കാളിയുടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളി മതി, വലിയതായ ഭയങ്കര പുളിയാവും, അപ്പോൾ പുളി വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, അത് കാരണം ചെറുതെടുത്താൽ മതി. ഇനി ഒരു 4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം. 4 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തക്കാളിയും സബോളയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നു. അതിനുശേഷം അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം നല്ലോണം പോണം. അതിനുശേഷം വേണം ഇനി പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ പച്ചമണം എല്ലാം പോയി. അതിനുശേഷമാണ് ഞാൻ ഇപ്പോൾ പാലൊഴിച്ച് കൊടുക്കുന്നത്. ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഈ ടൈമിൽ കറിയിൽ ഉപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കറി ചെറുതായി തിളച്ച് വന്നു. ഈ ടൈമിൽ ഒരു ബൗളിലോട്ട് 1/2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കറി ഒന്ന് കട്ടിയും കിട്ടും, ചെറുതായിട്ട് ഒരു കൊഴുപ്പും കിട്ടും. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഈ കറി ഇങ്ങനെ വെക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് തോന്നുന്നത്. അരിപ്പൊടി ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. ഞാനിങ്ങനെയാണ് വെക്കാറുള്ളത്. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കട്ടിയൊക്കെ വരുമ്പോൾ. ഇനി അത് കട്ട വരാത്ത രീതിയിലൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കറി ഒന്ന് ചെറുതായി തിളച്ചതിന് ശേഷം അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച മുട്ട ഇട്ട് കൊടുക്കുക. ഞാൻ മുട്ട കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കണം. അപ്പം മസാല എല്ലാം ഉള്ളിലോട്ട് നല്ലപോലെ പിടിക്കും. ഇല്ല ഒന്നിച്ചിട്ടാണ് ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. ഇനി അതിലോട്ട് കുറച്ച് മല്ലിയിലയൂടെ ചേർത്തി കൊടുക്കാം. ഇപ്പോൾ കറിയെല്ലാം റെഡിയായി കിട്ടി. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ തൃശ്ശൂർ സ്റ്റൈൽ മുട്ടക്കറി റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്